ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 2ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ അതിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമ്മളിന്ന് 8ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യുന്നത്. അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ 7ാമത്തെ ക്വസ്റ്റ്യൻ വരെ മുമ്പുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എലമെൻറ്റ് ബിലോങ്ങിങ് ടു ദ സെക്കൻഡ് പീരിയഡ് ഹാസ് 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ഇറ്റ്സ് ആറ്റം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് പീരിയഡ് ഹാസ് 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ ഇവിടെ തന്നെ എഴുതാം. സെക്കൻഡ് പീരീഡ് ആകുമ്പോൾ ഫസ്റ്റ് പീരീഡിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 2 അടുത്ത ഷെല്ല് സെക്കൻഡ് പീരീഡിൽ അവിടെ 2 ഇലക്ട്രോൺ, അപ്പോൾ 2 2. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് ബിലോങ് ടു ദ സെയിം പീരീഡ്. ആ പീരീഡിൽ തന്നെയുള്ള നോബിൾ ഗ്യാസ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് 2, പിന്നെ സെക്കൻഡ് ഷെല്ല് വരുമ്പോൾ നോബിൾ ഗ്യാസ് ആകുമ്പോൾ അവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആണ്. അപ്പോൾ 8 ഇലക്ട്രോൺ. അപ്പോൾ 2 8. വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ? സെക്കൻഡ് പീരീഡിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2. ഫസ്റ്റ് ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ വരുന്നതാണ് ഈ എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 2. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആൻഡ് ഇൻ ദ തേർഡ് പീരീഡ്. തേർഡ് പീരീഡ് ആകുമ്പോൾ ഫസ്റ്റ് പീരീഡിൽ 2, സെക്കൻഡ് പീരീഡ് കംപ്ലീറ്റ് ആയി 8, പിന്നെ തേർഡ് പീരീഡിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. തേർഡ് പീരീഡിൽ 2 ഇലക്ട്രോൺ തീരുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ തന്നെയാണ് വരിക, 2ാമത്തെ ഗ്രൂപ്പിൽ. അപ്പോൾ 2 8 2. ഇതാണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി ഇതിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എലമെൻറ്റ് തന്നിട്ടുണ്ട്, സിമ്പിൾ റിയൽ അല്ല, ABCD എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. മാസ് നമ്പർ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദീസ് എലമെൻറ്റ്. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് മാസ് നമ്പറാണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. മാസ് നമ്പർ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണത്തിൻ്റെ സമ്മാണ്. അപ്പോൾ മാസ് നമ്പർ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസും തന്നിട്ടുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പറിൽ നിന്നും നമ്പർ ഓഫ് ന്യൂട്രോൺസ് മൈനസ് ചെയ്താൽ മതി. അപ്പം ഇവിടെ ടേബിളിൽ ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ എലമെൻറ്റ് എ മാസ് നമ്പർ 9 ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 5 ആണ്. അപ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ 9 മൈനസ് 5 4 ആറ്റോമിക് നമ്പർ. അതുപോലെ എലമെൻറ്റ് ബി മാസ് നമ്പർ 35 ആണ്. അപ്പോൾ 35 മൈനസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് 18 ആണ്, 18. ഇതിൻ്റെ ആറ്റോമിക് നമ്പർ 35 നിന്നും 18 കുറച്ചു 17 ആണ്. എലമെൻറ്റ് സി മാസ് നമ്പർ 39 ആണ്, 39 മൈനസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് 20 ഈക്വൽ ടു 19. 19 ആണ് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ. എലമെൻറ്റ് ഡി മാസ് നമ്പർ 40 ആണ്, 40 മൈനസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് 22 ഈക്വൽ ടു 80 എന്ന് കിട്ടും ആറ്റോമിക്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദെയർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ്. അപ്പോൾ നമുക്ക് ആറ്റോമിക് നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. എയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, എയുടെ ആറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ 2 2. ബിയുടെ ബിക്ക് ആറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ 2 8. അപ്പോൾ നമുക്ക് 10 ഇലക്ട്രോൺ ആയി. ഇനി 7 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7, 2 8 7 ആണ് ബിയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സിയുടെ ആറ്റോമിക് നമ്പർ 19 ആണ്. അപ്പോൾ 2 8. ഇനി 2 8 10 വീണ്ടും അടുത്ത ഷെല്ലിൽ 8. ഇപ്പോൾ 2 8 10 8 18 നമുക്ക് വേണ്ടത് ആറ്റോമിക് നമ്പർ 19 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. 2 8 8 1 ആണ് സിയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി ഡിയുടെ ആറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ 2 8 ബാക്കിയുള്ളത് 8. 2 8 8 ആണ് ഡിയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ്
ഈസ് എ നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ആയ എലമെൻറ്റ്. അതായത് നമുക്ക് ഡിയിലാണ് 2, 8, 8 എന്ന് കിട്ടിയത്. അപ്പോൾ നോബിൾ ഗ്യാസ് ഡി ആണ്. അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 8 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഇത് നോബിൾ ഗ്യാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഡസ് ദ എലമെൻറ്റ് ബി ബിലോങ്സ്? എലമെൻറ്റ് ബിയുടെ കോൺഫിഗറേഷൻ 2, 8, 7 ആണ്. അപ്പോൾ 2, 8, 7. അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പിൽ വരും. ഫസ്റ്റ് പീരീഡിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് പീരീഡിൽ 8 ഇലക്ട്രോൺ, അത് കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് പീരീഡ് വരുമ്പോൾ അവിടെ 7 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പിൽ ഹാലജൻസ് ആണ് ഇതിൻ്റെ ഫാമിലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഡസ് ദ എലമെൻറ്റ് സി ബിലോങ്സ്? അപ്പോൾ സിയുടെ കോൺഫിഗറേഷൻ 2, 8, 8, 1 ആണ്. അപ്പോൾ ഏത് പീരീഡാണ് നോക്കാൻ, എത്ര ഷെല്ലുണ്ട് നോക്കാം. 2, 8, 8, 1, 1, 2, 3, 4 ഷെല്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് 4 ആയിരിക്കും. പീരീഡ് 4 ആണ്. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു 1 എഴുതിയിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ്? ഒരേ പീരീഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കിയാൽ ബിയുടെ കോൺഫിഗറേഷൻ 2, 8, 7 ആണ്. 2, 8, 7. അപ്പോൾ 3 ഷെല്ലുണ്ട്. അതുപോലെ ഡി നോക്കിയാൽ ഡിയിൽ 2, 8, 8 ആണ്. എയിൽ 2, 2 ആണ്. സിയിൽ 2, 8, 8, 1 ഉണ്ട്. അപ്പോൾ എത്ര ഷെല്ല് വന്ന് നോക്കുക. ഈ ഷെൽ നമ്പറും പീരീഡ് നമ്പറും ഒന്ന് തന്നെയായിരിക്കും. ഇവിടെ ബിയിലും ഡിയിലും 3 ഷെല്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ്സ് ടു ദ സെയിം പീരീഡ്? അത് ബി. കണ്ടുപിടിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. എലമെൻറ്റ് എയിലെ 2, 2 എന്നാണ്. അപ്പോൾ അവിടെ 2 ഷെല്ലേ വന്നിട്ടുള്ളൂ. സിയിൽ 2, 8, 8, 1, 4 ഷെല്ല് വന്നിട്ടുണ്ട്. ബിയിലും ഡിയിലും 2, 8, 1 7, 1 8. അപ്പോൾ ഇവിടെ 3 ഷെല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ടിലും ഈ ബിയും ഡിയും ഒരേ ഷെല്ലാണ് വന്നേക്കുന്നത്. അപ്പോൾ ബിയിലും ഡിയിലും ഒരേ ഷെല്ലിൽ വന്നപ്പോൾ ആ ഷെൽ നമ്പർ തന്നെയാണ് പീരീഡ് നമ്പർ. അപ്പം ബിയും ഡിയുമാണ് സെയിം പീരീഡിൽ വരുന്നത്.